കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കുമായിരുന്നു CBI ആകട്ടെ, ഇൻകം ടാക്സ് ആകട്ടെ, കസ്റ്റംസ് ആകട്ടെ, ഇങ്ങനെ അനേകം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ SSC ത്രൂ വന്നിട്ടുണ്ടായിരുന്നത്. അത് SSC CGLൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തതും അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതും പരീക്ഷ നടക്കുന്നതും എല്ലാം കൃത്യമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ SSCൻ്റെ ഭാഗത്ത് നിന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് SSC CGL ആൻസർ കീ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം മാർക്ക് നിങ്ങൾക്ക് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും അടുത്ത സ്റ്റേജിന് വേണ്ടി ടയർ 1 ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്, ടയർ 2ന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ കീ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കേണ്ട സമയമാണ്. അതായത് ടയർ 2 എക്സാമിന് വേണ്ടി തയ്യാറെടുക്കേണ്ട സമയമാണ്. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് വിഷ്ണു സാറിൻ്റെ നേതൃത്വത്തിൽ സൈലത്തിൽ റൺ ചെയ്യുന്ന SSC CGL സ്പ്രിൻറ്റ് ബാച്ച് 2.0 ആണ് കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്. കാരണം എന്താ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിഷ്ണു സാർ ആയാലും അതുപോലെ വിഷ്ണു സാറിൻ്റെ കീഴിലുള്ള അധ്യാപകരായാലും എല്ലാം ഈ ഒരു വിഷയത്തിൽ, അതായത് SSCൻ്റെ ഏതൊരു വിഷയത്തിൽ നോക്കുകയാണെങ്കിലും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ തന്നെയാണ്. വിഷ്ണു സാറിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ധാരാളം CGL പരീക്ഷ എഴുതി ക്രാക്ക് ചെയ്തെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാനായിട്ട് സൈലത്തിലുള്ള ഈ ഒരു ക്ലാസ് സഹായിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി, ഇനി അടുത്ത തവണ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾക്ക് SSCൻ്റെ റെഗുലർ പൈനിയർ ബാച്ചസ് അവൈലബിൾ ആണ്. അവിടെ CGL, CHSL, MTS, GD, CPO, അതായത് SSCയിലെ ഒരു വർഷം വിളിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷനും വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിൻറ്റ് ബാച്ച് എടുത്ത് മെയിൻസിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എനിവേ, ഇപ്പോൾ വന്നിട്ടുള്ള ആൻസർ കീ എങ്ങനെ ചെക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതാണ് ആൻസർ കീ ചെക്ക് ചെയ്യാനുള്ള സൈറ്റ് എന്ന് പറയുന്നത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ലേബലിൽ നമ്മുടെ SSCൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സൈറ്റാണ്. നമ്മൾ സാധാരണ ഈ ഒരു സൈറ്റിലാണ് ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് റോൾ നമ്പർ എൻ്റർ ചെയ്യുക. ആസ് പെർ ദി അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഒരു റോൾ നമ്പർ ഉണ്ടാവും. അതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് ഇവിടെ എൻ്റർ ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യരുത്. സാധാരണ SSC ലോഗിൻ ചെയ്യാനുള്ള അതല്ല വേണ്ടത്. അഡ്മിഷൻ സർട്ടിഫിക്കറ്റിലുള്ള കാര്യമാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അഡ്മിറ്റ് കാർഡിലുള്ള കാര്യമാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. പിന്നെ പാസ്വേഡ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആസ് പെർ ദി അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് അഡ്മിറ്റ് കാർഡിലുള്ള പാസ്വേഡ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതും ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ട്, ഏതൊക്കെ തെറ്റിച്ചു, ഏതൊക്കെ ശരിയാക്കി, എന്നിട്ട് നിങ്ങൾക്ക് SSCൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എത്ര മാർക്കാണോ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, എത്ര മാർക്കാണോ മൈനസ് വരുന്നത്, അത് വെച്ച് കൂട്ടിയും കിഴിച്ചും കൃത്യമായി നിങ്ങൾ എത്രമാത്രം സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. എത്രയും പെട്ടെന്ന് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കൂടി ചെയ്തേക്കുക.